ആരോപണ പ്രത്യാരോപണങ്ങളും സൈബർ ആക്രമണങ്ങളും കാര്യമായി നടന്ന ലോക്സഭാ മണ്ഡലമായിരുന്നു വടകര. LDFന്റെ ശൈലജ ടീച്ചറും UDFന്റെ ഷാഫി പറമ്പിലും തമ്മിൽ ഏറ്റുമുട്ടുന്നിടത്ത് TP ചന്ദ്രശേഖർ മുതൽ ബോംബാക്രമണവും ഒടുവിൽ സൈബർ ആക്രമണവും വരെ എത്തി നിന്നിരുന്നു. ഇപ്പോൾ ഇതാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്നു. ഷാഫി പറമ്പിലിനെതിരെ കേസ് നൽകിയും ആരോപണങ്ങൾ ഉന്നയിച്ചുമൊക്കെ KK ശൈലജയും അതിന് ബലം നൽകുന്ന തരത്തിൽ LDF നേതാക്കന്മാരും രംഗത്തുണ്ട്. ഇപ്പോഴിതാ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഷാഫി പറമ്പിലിനെതിരെയും ലീഗിനെതിരെയും കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ട് KT ജലീൽ രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പൂർണ്ണമായും ഒന്ന് നോക്കാം. ദേശീയ മുസ്ലിമിൽ നിന്ന് പച്ച മുസ്ലിമിലേക്കുള്ള മാറ്റം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ പല പ്രമുഖരും എഴുത്തുകുത്തുകളിൽ ഉപയോഗിച്ച ഒരു വാക്ക് നിയമസഭാ കമ്മിറ്റിയുടെ സന്ദർശന വേളയിൽ മുഖപുസ്തകത്തിൽ ഞാൻ എഴുതിയ യാത്രാ വിവരണക്കുറിപ്പിൽ ഉപയോഗിച്ചതിനാണ് വടകരയിലെ UDF സ്ഥാനാർത്ഥിയായ 22 ക്യാരറ്റ് മതേതരൻ എന്റെ പ്രയോഗത്തിന് പാകിസ്ഥാൻ ചുവയുണ്ടെന്ന് നിയമസഭയിൽ ആക്ഷേപിച്ചത്. തനിക്കെതിരെ പാക് ചുവ ആരോപിച്ച അതേ വ്യക്തിയാണ് പാക് പതാകയോട് ലീഗ് കൊടിക്ക് സാമ്യതയുണ്ടെന്ന് ആരോപിച്ചത്. തന്റെ പ്രചരണ പരിപാടികളിൽ നിന്ന് രാഹുൽ ഗാന്ധി മാറ്റി നിർത്തിയ അതേ പച്ചക്കൊടിയുടെ തണലിൽ വടകര തിരഞ്ഞെടുപ്പിനെ കാഫിറായ ശൈലജ ടീച്ചർക്കെതിരെയുള്ള വിശുദ്ധ യുദ്ധമാക്കി സമർത്ഥമായി മാറ്റിയത്. കാലത്തിന്റെ വികൃതി എന്നല്ലാതെ മറ്റെന്തു പറയാൻ. പാലക്കാട്ടെത്തിയാൽ ഭൂരിപക്ഷ വർഗീയതയുടെ രഹസ്യ കാമുകൻ, വടകരയിലെത്തിയാൽ ന്യൂനപക്ഷ വർഗീയതയുടെ പരസ്യ കാമുകൻ. ഈ ഇരട്ടത്താപ്പാണ് പാലക്കാടൻ കാറ്റിനെ വിമർശന വിധേയമാക്കുന്നത്. ഒരു കോൺഗ്രസ് നേതാവെന്ന നിലയിൽ ഇന്നോളം ഫലസ്തീൻ പ്രശ്നത്തിലോ പൗരത്വ ഭേദഗതി നിയമത്തിലോ കശ്മീരിന്റെ 370-ാം വകുപ്പ് എടുത്തുകളഞ്ഞ വിഷയത്തിലോ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടോ മുത്തലാഖിന്റെ കാര്യത്തിലോ ഏക സിവിൽ കോഡിലോ NIA നിയമ ഭേദഗതിയിലോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ പ്രസംഗ ശകലമോ ലീഗിന്റെ 3-ാം സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് നേതാവിൻ്റെതായി ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റിന് താഴെ കമന്റ് ബോക്സിൽ പങ്കുവച്ചാൽ നന്നാകുമെന്നും KT ജലീൽ പറഞ്ഞു. എന്തായാലും വടകരയിൽ മത്സരിച്ചതുകൊണ്ട് മുസ്ലിം ലീഗിനും ജമായത്തെ ഇസ്ലാമിക്കും SDPIക്കും UDF സ്ഥാനാർത്ഥി ഒരു ദീനി പയ്യനായി മാറിയതും LDF സ്ഥാനാർത്ഥി ഒരു ഇസ്ലാം വിരുദ്ധതയായതും തികഞ്ഞ അശ്ലീലമായി പോയി. ദേശീയ മുസ്ലിമിൽ നിന്ന് പച്ച മുസ്ലിമിലേക്കുള്ള യുവ കോൺഗ്രസ് നേതാവിന്റെ മാറ്റം നീണാൾ വാഴട്ടെ. ഇങ്ങനെ അവസാനിക്കുന്നു KT ജലീലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ഷാഫി പറമ്പിൽ 2022 ഓഗസ്റ്റിൽ പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് കുറിപ്പിന്റെ ചിത്രവും അദ്ദേഹത്തിന്റെ കുറിപ്പിനോടൊപ്പം തന്നെ പങ്കുവെച്ചുകൊണ്ടായിരുന്നു KT ജലീലിന്റെ ഈ വാക്കുകൾ. അതേസമയം വടകരയിലെ LDF സ്ഥാനാർത്ഥിയായ KK ശൈലജ ടീച്ചർക്കെതിരായ സൈബർ ആക്രമണത്തിൽ പ്രതികരിച്ചുകൊണ്ട് P ജയരാജൻ രംഗത്ത് വന്നിരുന്നു. എല്ലാ ദുഷ്പ്രചരണങ്ങളും നടത്തിയിട്ട് ഷാഫി പറമ്പിൽ ഇപ്പോൾ ഹരിശ്ചന്ദ്രൻ ചമയുന്നുവെന്നായിരുന്നു ജയരാജൻ കുറ്റപ്പെടുത്തിയത്. വിഷലിപ്തമായ വാക്കുകൾക്ക് പിന്നിൽ ഇന്നലെ മുളച്ച മാങ്കൂട്ടങ്ങളാണെന്നും ഇത്രയൊക്കെ തറവേല നടത്തിയിട്ടും ശൈലജ ടീച്ചറുടെ ജയം തടയാൻ നിങ്ങൾക്കാകില്ലെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ P ജയരാജൻ കുറിച്ചു. സകല ദുഷ്പ്രവർത്തനങ്ങളും ചെയ്യുകയും എല്ലാ തോന്നിയാസങ്ങൾക്കും പിന്തുണ നൽകുകയും ചെയ്തിട്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ഹരിശ്ചന്ദ്രനാണെന്നും പറഞ്ഞ് ഇരിക്കുകയാണ് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. മതത്തിന്റെ പ്ലസ് വേണ്ടെന്നും വർഗീയവാദി എന്ന പേര് വേദനിപ്പിച്ചുവെന്നുമാണ് ഇപ്പോൾ ടിയാൻ പറയുന്നത്. പോളിംഗ് തീരുന്ന സമയം വരെ എന്തുകൊണ്ടാ ഈ മാന്യൻ ഇതൊന്നും പറയാതിരുന്നത്? ശൈലജ ടീച്ചർ ഇസ്ലാമിനെതിരെ പ്രസംഗിച്ചു എന്നും പറഞ്ഞു. UDFകാർ ഇറക്കിയ വ്യാജ വീഡിയോയെ ഇലക്ഷൻ തീരുന്നതുവരെ എവിടെയെങ്കിലും ഈ മാന്യദേഹം തള്ളിപ്പറഞ്ഞു. ഒരു നാടിനെയൊക്കെ മതത്തിന്റെ പേരിൽ വിഭജിക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിട്ട് ഇപ്പോൾ മോങ്ങിയിട്ട് കാര്യമില്ല മിസ്റ്റർ ഷാഫി. തിരഞ്ഞെടുപ്പ് വരും പോകും, ജയിക്കും തോൽക്കും, പക്ഷേ ഒരു നാട്ടിൽ ഇത്തരം വിഷലിപ്തമായ പ്രചരണം നടത്തരുത്. ഇന്നലെ മുളച്ചു പൊന്തിയ ബുദ്ധിയില്ലാത്ത മാങ്കൂട്ടങ്ങൾക്ക് നാടിനെ സംരക്ഷിക്കണമെന്നോ മാന്യമായി രാഷ്ട്രീയം പറയണമെന്നോ ഉണ്ടാവില്ല. 3 തവണ MLA ആയിരുന്ന ഷാഫിക്കെങ്കിലും ഈ ചിന്ത വേണമായിരുന്നു. അമർ അക്ബർ അന്തോണി എന്ന സിനിമയിലെ നല്ലവനായ ഉണ്ണിയെ പോലെയാണ് ഷാഫി പറമ്പിൽ. നിങ്ങൾ നടത്തിയ വർഗീയ പ്രചാരണം സമൂഹത്തിൽ ഉണ്ടാക്കിയ ആഘാതത്തിന്റെ പ്രത്യാഘാതം തിരിച്ചറിഞ്ഞ് നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ളവർ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എത്രയൊക്കെ തറവേല നടത്തിയാലും ശൈലജ ടീച്ചറുടെ ജയം ഉറപ്പാണെന്നും ജയരാജൻ അഭിപ്രായപ്പെട്ടു. തിരഞ്ഞെടുപ്പിന് ശേഷവും വടകരയിലെ സൈബർ പോരിന് അവസാനമുണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം.
ശൈലജ ടീച്ചർക്കെതിരെ ഒരു വിഭാഗം ആളുകൾ മോർഫ് ചെയ്ത ചിത്രങ്ങളും മറ്റ് വ്യാജ പരാമർശങ്ങളും പ്രചരിപ്പിക്കുന്നു എന്നതായിരുന്നു ഇടതുപക്ഷവും ശൈലജ ടീച്ചറും ആരോപിച്ചത്. ഇതിനെല്ലാം പിന്നിൽ UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലാണെന്നും ശക്തമായി തന്നെ ആരോപിച്ചിരുന്നു. കൂടാതെ കുടുംബ ഗ്രൂപ്പിലും മറ്റും ശൈലജ ടീച്ചർ കാഫിറാണെന്ന് പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിലിനെ അനുകൂലിച്ച് വോട്ട് ചോദിക്കുന്ന വാട്സപ്പ് സന്ദേശം പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ വ്യാജ വാർത്തയാണെന്ന് അല്ലെങ്കിൽ വ്യാജ ആരോപണങ്ങളാണെന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ പ്രതികരണം. തനിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഷാഫി പറമ്പിൽ പ്രതികരിച്ചിരുന്നു. എന്നാൽ UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വിശ്വസനീയമല്ല എന്നായിരുന്നു ശൈലജ ടീച്ചറുടെ തിരിച്ചടി. ഇത് ചെയ്തത് ഷാഫി പറമ്പിൽ അല്ല എന്നുണ്ടെങ്കിൽ അത് അവർ തെളിയിക്കട്ടെ എന്നായിരുന്നു ടീച്ചറുടെ മറുപടി. എന്നാൽ അതേസമയം സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള സൈബർ പോര് തിരഞ്ഞെടുപ്പിന് ശേഷവും അവസാനിക്കാതെ തന്നെ തുടരുകയാണ്. കൂടാതെ നിരവധി ഇടത് നേതാക്കളും ഇപ്പോൾ ശൈലജ ടീച്ചർക്ക് ഒപ്പം ചേർന്ന് ഷാഫി പറമ്പിലിനെ എതിർക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ മത്സരം നടന്ന മണ്ഡലമാണ് വടകര. UDF-നായി ഷാഫി പറമ്പിലും LDF-നായി KK ശൈലജയും മത്സരിച്ച ഇവിടം തുടക്കം മുതൽ വിവാദങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായി. എന്നാൽ പ്രചരണം അവസാന ഘട്ടത്തിലെത്തുമ്പോഴേക്കും കടുത്ത വർഗീയ പ്രചരണമാണ് വടകരയിൽ നടന്നതെന്നാണ് വിലയിരുത്തുന്നത്. ശൈലജ ടീച്ചറുടെ അഭിമുഖങ്ങളും പ്രസംഗങ്ങളും വളച്ചൊടിച്ചും എഡിറ്റ് ചെയ്തും വീഡിയോയിലൂടെ കുടുംബ ഗ്രൂപ്പുകളിലും മറ്റും പ്രചരിപ്പിച്ചാണ് വർഗീയമായ രീതിയിൽ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കാഫിറായ ശൈലജ ടീച്ചർക്ക് വോട്ട് കൊടുക്കരുതെന്ന പോസ്റ്റും പല ഗ്രൂപ്പുകളിലും സജീവമായിരുന്നു. ശൈലജ ടീച്ചറുടെ വ്യക്തിപ്രഭാവം വിജയത്തിന് കാരണമാകുമെന്ന് കണ്ടതോടെയാണ് അവസാന ഘട്ടത്തിൽ വർഗീയത പടർത്താൻ ശ്രമിച്ചതെന്ന് വിലയിരുത്തപ്പെടുന്നു. ശൈലജ ടീച്ചർക്കെതിരെ മോർഫ് ചെയ്ത ചിത്രം പ്രചരിപ്പിച്ചും തെറിവിളിച്ചും UDF സൈബർ സംഘം സജീവമായി എന്നതായിരുന്നു ഏറെ വിവാദമായത്. ഇതിന്റെ ചുവടുപറ്റിയാണ് വർഗീയ പ്രചരണവും നടന്നത്. സ്ഥാനാർത്ഥിയായ ഷാഫിയോ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കളോ പ്രചരണത്തിന്റെ ഒരവസരത്തിലും ഇത്തരക്കാരെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്ന കുറ്റപ്പെടുത്തൽ പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. വർഗീയതയും തെറിവിളിയും UDF-ന്റെ പ്രചരണത്തിന് നേതൃത്വം നൽകിയ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറിവോടെ എന്നായിരുന്നു ആരോപണം. നേരത്തെ അഴീക്കോട് മണ്ഡലത്തിൽ KM ഷാജിക്ക് വേണ്ടി വർഗീയ പ്രചരണം നടത്തിയതിനെ തുടർന്ന് ഷാജിയെ MLA സ്ഥാനത്തു നിന്നും ഹൈക്കോടതി അയോഗ്യനാക്കിയിരുന്നു. വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വർഗീയ നോട്ടീസ് അടിച്ചിറക്കിയായിരുന്നു അഴീക്കോട് ഷാജിക്ക് വേണ്ടി ലീഗ് പ്രചരണം നടത്തിയത്. ഈ നോട്ടീസ് പിന്നീട് പുറത്തുവന്നു. അമുസ്ലിമുകൾ സിറാത്ത് പാലം കടക്കില്ലെന്നും അവർ ചെകുത്താന്റെ കൂടെ അന്തി ഉറങ്ങേണ്ടവരാണെന്നും നോട്ടീസിലുണ്ട്. അതുകൊണ്ട് 5 നേരം നമസ്കരിക്കുന്ന KM ഷാജിയെ ജയിപ്പിക്കുക എന്നതായിരുന്നു ആഹ്വാനം. കടുത്ത വർഗീയ പ്രചരണം നടന്ന അവിടെ 2000-ഓളം വോട്ടുകൾക്കാണ് ഷാജി ജയിച്ചത്. അഴീക്കോട് ഷാജിക്ക് വേണ്ടി പ്രചരണം നടത്തിയതിന്റെ സമാന രീതിയിലാണ് വടകരയിൽ ശൈലജ ടീച്ചർക്കെതിരെയും നടന്നത് എന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ.